ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളും ബസ്സിൻ്റെ ചെറിയൊരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പഠിച്ചപ്പോൾ എൻ്റെ 1 2 3 4 5 6 7 8 9 10 അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു പീരീഡൊക്കെ ഉണ്ടായിരുന്നു. 1 2 3 4 5 6 7 8 9 ക്ലാസ് ആദ്യം തുടങ്ങിയതുകൊണ്ടാണോ അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ സ്ലോ ആയിട്ട് ബിക്കായി പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം സ്കൂളൊക്കെ കഴിഞ്ഞു, പീരീഡൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പം ബസ് ഏതാന്ന് മനസ്സിലാവില്ല, ട്രാവലല്ലേ, ബസ് ഏതാന്ന് മനസ്സിലാവില്ല. അതും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇങ്ങനെ ബസ് ചെയ്താൽ നോക്കുമ്പോൾ തല അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി, കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞ് പോയി. അപ്പോൾ ബസ് എൻ്റെ നമ്പർ 18 ഇപ്പോൾ ട്രാവലാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല 18 അതന്നെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയിട്ടോ. അപ്പോൾ അവിടെ ഒരു താത്ത നടന്നു പോകുന്നുണ്ടായിരുന്നു. ആ താത്താനോട് ഞാൻ ചോദിച്ചു, ഈ 18 സ്കൂൾ ബസ് ഏതാന്ന്. അപ്പോൾ ആ താത്ത അറിഞ്ഞൂടാന്ന് താത്ത പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ വീണ്ടും കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു രീതിയിലെത്തി. അപ്പം തന്നെ ഞാൻ ടീച്ചറിനോട് പോയി ചോദിച്ചു, ടീച്ചറെ ഏതാണ് ഈ 18? അപ്പോഴാണ് ത്രില്ല് വരാൻ പോണത്. ടീച്ചർക്ക് അറിഞ്ഞൂടാ 18 ബസ് ഏതാന്ന്, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ടീച്ചർക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് കണ്ണൊക്കെ അടഞ്ഞ് ഫീലായി പോയി. അപ്പം തന്നെ ടീച്ചർ എല്ലാ ചേച്ചിമാരോടും ചോദിക്കാണ്, ഇത് 18 ഏതാന്ന്. അപ്പോൾ 18 ഏതാന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയാൻ 18 അല്ല 19. പിന്നെ വേറൊരാളോട് ചോദിച്ചപ്പോൾ 12 പറഞ്ഞു. ഞാൻ ചോദിച്ചു പോയി. അപ്പോൾ ലാസ്റ്റ് എനിക്ക് അള്ള തന്നൊരു ആ വർഷമായിട്ട് മാറ്റാനുള്ള ഒരിതായിരുന്നു. ചേച്ചി ഇതാ LKG കുട്ടികളെയും കൊണ്ട് വരണം ഇങ്ങോട്ട്. എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആ ബൂസ്റ്റ് റാങ്ക് ഒന്ന് കയറിപ്പോയി. എന്ന് വെച്ചാൽ കളിയൊക്കെ ഉണ്ടാവില്ലേ, ആ ബൂസ്റ്റ് റാങ്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സന്തോഷം കൊണ്ട് ഒരു സ്മൈലൊക്കെ ആയി. ട്രാവലറിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ ഓട്ടോറിക്ഷയിലായിരുന്നു പോയത്. ട്രാവലറിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ സന്തോഷം അങ്ങോട്ട് കയറി അടിച്ച്. അപ്പോൾ പിന്നെ എൻ്റെ ഇക്കക്ക വന്നു കേട്ടോ. ഇക്കച്ച് വന്നു. ഈ പറയുന്ന ആളൊന്നും അതറിഞ്ഞിട്ടില്ല. എനിക്കത് ആ ചേച്ചി വന്നപ്പോൾ മറ്റേ കളിയിലൊക്കെ ഉണ്ടാകുന്ന ആ ബൂസ്റ്റർ കയറിയിട്ടാണ് എനിക്ക് അള്ള തന്ന ഒരു സ്നേഹം. അതുകൊണ്ട് അള്ളാഹിനോട് എല്ലാവരും പ്രാർത്ഥിക്കണം എപ്പോഴും. അപ്പോൾ ഏത് കാര്യമായാലും പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ ആ വീട്ടിൽ നിന്ന് മുന്നോട്ട് തരാം. അപ്പോൾ ബൈ.